അലി ബിൻ അബി ത്വാലിബ് ഒരു സ്വർണ്ണക്കട്ടി, ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സ്വർണ്ണക്കട്ടി മുസ്തഫ നബിക്ക് കൊടുത്തയച്ചു. ആര് കൊടുത്തയച്ചു? അലി റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ശ്രദ്ധിക്കണം, ആ സ്വർണ്ണക്കട്ടി കൊടുത്തയച്ചു. ആ സ്വർണ്ണക്കട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീതം വെച്ചപ്പോൾ ദുൽഖുവൈസിറത്തു തമീമി കയറി വന്നു. യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹ് സ്വഹാബികൾ ഇവനെ ഞങ്ങൾ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. ലാ, കൊല്ലണ്ട, ഇവന്റെ പിൻഗാമികളിൽ ചില ആളുകൾ വരും, അവർ ഖുർആനോടും തൊണ്ടക്കുഴിയിൽ നിന്ന് താഴെ ഇറങ്ങൂല എന്ന് പറഞ്ഞു. ആ ദുൽഖുവൈസിറത്തിന്റെ പേരക്കുട്ടിയാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ ദുൽഖുവൈസിറത്തിന്റെ പരമ്പരയിലാണ് ഖവാരിജ് വന്നത്. അവരാണ് അലിയാരെ കൊന്നത്. അതിന്റെ പേര് മക്കളുടെ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ മുജാഹിദ്. അതുകൊണ്ട് അലവിയത്തിന് അവർക്ക് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരും കൂടി അംഗീകരിച്ചിട്ട് അലവിയാക്കൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അവരംഗീകരിക്കൂല. മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് ആയിരുന്ന വെളിയങ്കോട് ഉമ്മർ മൗലവി, കെ ഉമ്മർ മൗലവിയെ ഞാൻ വായിക്കാം. ചെവി കുറിപ്പിച്ച് കേട്ടോ. നബി പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു വളർത്തിയ സമൂഹത്തിൽ തങ്ങന്മാരില്ല. ഈ ദുഷിച്ച സമ്പ്രദായം പിന്നെ ഉണ്ടായത് എങ്ങനെ? ഷിയാക്കളിൽ നിന്ന് ഉത്ഭവിച്ച അന്ധവിശ്വാസത്തെ സുന്നികൾ മാലയിട്ടു സ്വീകരിച്ചതു തന്നെ. അദ്ദേഹത്തിന്റെ സ്വന്തം രചന 1997 ഡിസംബർ പേജ് 12. ആര് പറയുന്നു? മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഉമർ മൗലവി. അയാൾ പറഞ്ഞു, റസൂലുള്ളാഹ് പഠിപ്പിച്ച സമുദായത്തിൽ തങ്ങന്മാരി എന്നൊരു കൂട്ടര് ഇല്ല. ഈ ദുഷിച്ച സമ്പ്രദായം, അതായത് ഇതേ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ തീരത്തെ എന്നൊരു പുസ്തകമുണ്ട്, അതിലുണ്ട്. മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഉമർ മൗലവി. നമ്മുടെ ചില നേതാക്കന്മാർ അയാൾ മരിച്ചിട്ടാണ് നെട്ടിയിട്ട് ഇപ്പോഴും അവരെ നട്ടലിൽ അവരായിട്ടില്ല. നെട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഈ നെട്ടിപ്പോയ നെട്ടിച്ച ആളാണ് ആര്? നിങ്ങളെയൊക്കെ നമുക്ക് വേണ്ടെന്നല്ല, നിങ്ങളെ നമുക്ക് വേണം, പക്ഷേ നിങ്ങളെ നന്നാക്കി വേണം. മീൻ നമുക്ക് വേണം, പക്ഷേ മീനിന്റെ ഉള്ളിലെ കാഷ്ടം കളയും. കാഷ്ടത്തിനെ കുറ്റം പറഞ്ഞാൽ കാസിമി മീനിനെതിരാണെന്ന് പറയരുത്. കാസിമി മീനിനെതിരല്ല, കാസിമി കാഷ്ടത്തിനെതിരാണ്. കാഷ്ടം തിന്നാൽ വയറ്റുവേദന പിടിക്കും, ക്യാൻസർ വരെ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. നിങ്ങളെ നമുക്ക് വേണം മീന്, എന്ത് വേണ്ട, കാഷ്ടം വേണ്ട. നിങ്ങളിപ്പോൾ കാഷ്ടത്തോട് കൂടിയാണ് ഇരിക്കുന്നത്, അത് നമുക്ക് മുണങ്ങാൻ പറ്റൂല. അപ്പൊ നമ്മൾ പള്ള കയറിയിട്ട് എന്ത് പുറത്തേക്കിടും? കാഷ്ടം പുറത്തേക്കിടും. അങ്ങനെയാണ്. അതിനും ഇടും. എനിക്കിടാൻ മാത്രമേ നിങ്ങളുള്ളൂ, അത് ഞാൻ ഇടും. അതിന് ഈ അടിച്ചോണ്ടൊന്നും ഞാൻ ഒതുങ്ങൂല. ഇത് ദീനിന്റെ അടിസ്ഥാനാണ്. ഇതിന്ന് പറയാൻ അള്ളാഹു തൗഫീഖ് തന്ന ആളാണ് ഞാനിത് പറയും. എനിക്കിതിൽ ഒരുത്തരും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ചിന്തിക്കണം. ഈ ഉമർ മൗലവി മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റായ ഉമർ മൗലവി പറയാണ്, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ആരില്ല? തങ്ങന്മാരില്ല. ഈ ദുഷിച്ച സമ്പ്രദായം സുന്നികൾ ഷിയാക്കളിൽ നിന്ന് മാലയിട്ട് സ്വീകരിച്ചതാണ്. സെൽസബിൽ 1997. അതിന് പുറമെ അയാളുടെ സ്വന്തം രചന, മറ്റൊരു ഗ്രന്ഥം ഓർമ്മയുടെ തീരത്ത്, അദ്ദേഹത്തിന്റെ പുസ്തകം. അതേ നേതാവിന്റെ അരുമ ശിഷ്യനാണ് ദുബായിൽ വെച്ച് എന്ത് പറഞ്ഞത്? തങ്ങന്മാർ സനത് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല. എം അക്ബർ. ഇനി തെളിഞ്ഞാൽ തന്നെ അവരെ കൊണ്ട് കാര്യവും ഇല്ല. ഇസ്ലാമിൽ പരമ്പരയ്ക്ക് യാതൊരു വിലയില്ല. എന്താ അവർക്ക് ഈ തങ്ങന്മാരോട് ഇങ്ങനെ ദേഷ്യം? ഇവരെ ബല്ലിപ്പ ദുൽഖുവൈസിറത്തു തമീമിയുടെ പരമ്പരയിൽ വന്നതാണ്. ദുൽഖുവൈസിറത്തുൽ യമാനി അല്ല, ദുൽഖുവൈസിറത്തു തമീമി. പള്ളി പാത്തിയ ആളല്ല. പള്ളി പാത്തിയത് ദുൽഖുവൈസിറത്തുൽ യമാനിയാണ്. ഇത് ദുൽഖുവൈസിറത്തു തമീമിയാണ്. ദുൽഖുവൈസിറത്തു തമീമിയുടെ തങ്ങന്മാരെ പരമ്പര നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂലെങ്കിലും ദുൽഖുവൈസിറത്തിന്റെ പരമ്പര എനിക്ക് തെളിയിക്കാൻ കഴിയും. ഈ തങ്ങന്മാരെ പരമ്പര നിങ്ങൾക്ക് തെളിയില്ലെങ്കിൽ തെളിയണ്ട, ഞങ്ങൾക്ക് തെളിയും. ഞങ്ങൾ തെളിഞ്ഞ് തന്നെ സ്വീകരിച്ചത്. എന്തിന്? ആദർശ ഡയറി എന്നൊരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ. എന്തൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല,
കളഞ്ഞുപോയ സാധനം കിട്ടുക പോലെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി തങ്ങന്മാരെയും ബീവിമാരെയും സമീപിക്കൽ കുഫ്റാണ്. കാഫിറാവും. എഴുതിയിട്ടില്ലെങ്കിൽ പുസ്തകം ഞാൻ കാണിക്കും, എന്റെ കയ്യിലുണ്ട്. എന്താ പറഞ്ഞ ബിദ്അത്താണ് എന്നല്ല, തങ്ങന്മാരെ സമീപിക്കൽ തങ്ങന്മാരെ സമീപിക്കൽ കുഫ്റാണ്, കാഫിറാവും അർത്ഥം. കേരളത്തിലെ ജനത ഒരു സാധനം കളഞ്ഞുപോയാൽ സമീപിച്ചിരുന്ന ആളാണ് പാണക്കാട് PMS പൂക്കോയ. എത്ര സംഭവം. അപ്പൊ പൂക്കോയനെ സമീപിക്കൽ കുഫ്റാണ്. മരിച്ച മയ്യത്ത് പുഴയിൽ മുങ്ങിയിട്ട് കാണാല്ലാതായിട്ട് പൂക്കോയ പറഞ്ഞിട്ട് ബാക്ക് പോയി തരാൻ ഏതോ ചികിത്സാരി പറഞ്ഞു. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പൂക്കോയ പാപ്പയുടെ ബാപ്പയായിരിക്കും, അല്ലെങ്കിൽ പൂക്കോയ പാപ്പ ഏതായാലും ബാക്ക് പോയി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. 2 കിലോമീറ്റർ ബാക്കിൽ തപ്പാൻ പറഞ്ഞു. അങ്ങനെ പൂക്കോയ പാപ്പയുടെ ബാപ്പാന്നോ അല്ലെങ്കിൽ പൂക്കോയ പാപ്പ രണ്ടിലൊരാള് അവർ കറാമത്തിലുണ്ടത്. പാണക്കാട് സാദാത്യങ്ങളെ കറാമത്തിലുണ്ട്. കേരളത്തിൽ അച്ചടിച്ച ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ ഉണ്ട്, നമുക്കറിയുന്നതാണ്. നിങ്ങളെ മുന്നിൽ ഞാൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് പണ്ട്. അല്ലെങ്കിൽ പുസ്തകം ഹാജരാക്കോ, ഇതിലൊന്നും ബേജാറാവണ്ട. എന്നിട്ട് ആ പുസ്തകം ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവതാരിക എഴുതിയ പുസ്തകവുമാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ തങ്ങളെടുത്ത് വന്നു, മയ്യത്ത് മരിച്ച ആളെ കാണാനില്ല, മരിച്ചോ അല്ല അതും അറിയില്ല, വെള്ളത്തിൽ പോയി. അപ്പോൾ തങ്ങളെത്തണപ്പോ തങ്ങൾ പറഞ്ഞു, അത് വലിയ കറാമത്ത് തന്നെയാണല്ലോ, 2 കിലോമീറ്റർ പിറകിൽ തെളിയുന്ന നിങ്ങൾ 2 കിലോമീറ്റർ മുന്നിൽ തെരഞ്ഞാളിന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒഴുക്കുള്ള വെള്ളത്തിൽ 2 കിലോമീറ്റർ അടി പോയി തെരഞ്ഞോളി എന്ന് പറഞ്ഞത് കറാമത്തല്ല. അവിടെ തെരഞ്ഞാൽ കിട്ടൂല. നിങ്ങള് ഒഴുക്ക് താഴെ കടലുണ്ടി പുഴയിൽ ബമ്പം ഒഴുക്കുള്ള സ്ഥലത്ത് നിങ്ങൾ മയ്യത്ത് കിട്ടണമെങ്കിൽ നേരെ മുകളിലേക്ക് പോയിട്ട് 2 കിലോമീറ്റർ ബാക്ക് പോയി തെരഞ്ഞോളി എന്നാണ്. തെരഞ്ഞു മയ്യത്ത്. ഈ സംഭവം വരെ പാണക്കാട് സാദാത്യങ്ങളുടെ കറാമത്തിലായി ഉൾപ്പെടുത്തി വിരചിതമായ ഗ്രന്ഥങ്ങൾ ഇവിടെ ജനനേതാക്കൾ അടക്കം ഒപ്പിട്ട് ആശംസ എഴുതി കൊടുത്ത ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്, ഹാജരാക്കും ഞാൻ. മുജാഹിദിന്റെ ആദർശ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഇന്നും വിൽക്കുന്ന കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആദർശ ഡയറി എഴുതിയിട്ടുണ്ട്, തങ്ങന്മാരെയും ബീവിമാരെയും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കൽ ബിദ്അത്താണല്ല, എന്ത് കുഫ്റാണ്. ഇന്ന് പാണക്കാട്ട് പോകുന്നതിൽ 40% ആളുകൾ മാല കളഞ്ഞുപോയി, കുട്ടി കിടന്നുറങ്ങിയായിരുന്നു, മാല കളഞ്ഞുപോയി ഞങ്ങളെ. അപ്പൊ തങ്ങളൊന്ന് എഴുതി കൊടുക്കും, ഇതവിടെ തല കണ്ടോർത്ത് അങ്ങനെ തന്നെയല്ലേ. അപ്പൊ കുഫറിന്റെ പണിയെടുക്കണ ആളാര്? പറയാ കുട്ടി, കുഫറിന്റെ പണിയെടുക്കണ ആളാര്? അതിനാണ് തങ്ങള്, സാധിക്കണ തങ്ങള് പോണല്ലോ. അവരേതായാലും നോപ്പറാവും ചെയ്തു. എവനുണ്ട് ആദർശ ഡയറി? എന്റെ പേർക്ക് ഇത് പറയാൻ തോന്നിയത് ഇവർ ദുൽഖുവൈസറത്തിന്റെ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ചവരാണ്. എന്നാൽ മുത്ത് നബി പറഞ്ഞത്, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ്, എന്ത് പറഞ്ഞ്? എന്റെ സമുദായം ഏത് കാലഘട്ടത്തിലും അഹ്ലു ബൈത്ത് എന്നത് ഭൂമിക്കുള്ള കാവലാളാണ്. ഈ ശുഅബുൽ ഈമാനിലെ ചെവി തുറന്നോ, ശുഅബുൽ ഈമാനിലെ ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയ ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മല്ലം യഅരിഫ് ഹഖ്ക ഇത്രത്തി വൽ അൻസാർ, എന്റെ കുടുംബത്തിന്റെ ഹക്കിന്, അവകാശത്തെ, മഹത്വത്തെ മനസ്സിലാക്കിയവര് അവര് മൂന്നിൽ ഒരു അപകടം, ദോഷം അവർക്കുണ്ടായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതായത് എന്റെ കുടുംബത്തിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവന് ഈ സമുദായത്തിൽ എന്റെ കുടുംബത്തിനെ നിസാരപ്പെടുത്തുന്ന ആളുകൾ, എന്റെ കുടുംബത്തിന്റെ മഹത്വം മനസ്സിലാകാത്ത ആളുകൾക്ക് 3 ദോഷങ്ങൾ. എന്തടോ ഇറങ്ങുന്നത്? 3 ദോഷങ്ങൾ ഉണ്ടായിരിക്കും. 3-4 ദോഷം, 3-4 ദോഷം ഉണ്ടായിരിക്കും. എന്റെ ഇമ്മ മുനാഫിഖുൻ, ഒന്നിരിക്കൽ അവൻ മുനാഫിഖായിരിക്കും, അല്ലെങ്കിൽ ഇവന്റെ ഉമ്മ ഇവന്റെ ബാപ്പാനെ കൊണ്ട് വളരുണ്ടായിരാവൂല, അല്ലെങ്കിൽ ഇവന്റെ ബാപ്പ ഉമ്മയെ ഹൈൽകാലത്ത് സമീപിച്ചതായിരിക്കും. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി സമസ്തേരി വിട്ടല്ല. എന്റെ ഒരു കുഴപ്പം അല്ലാഹു അഅലം, ഉമ്മാനോട് ചോദിച്ചിട്ടും കാര്യമില്ല. എന്റെ ഒരു കുഴപ്പം മുത്തുനബി പറയാണ്, നിങ്ങൾ തലായിട്ടണ്ട. ഞാനല്ലല്ലോ പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് തലായിട്ടുള്ളൂ, ഞാനല്ലല്ലോ പറഞ്ഞു. ആര് പറഞ്ഞ? മുത്ത് മുഹമ്മദ് മുസ്തഫ. മല്ലം യഅരിഫ് ഹഖ്ക ഇത്രത്തി, എന്റെ കുടുംബത്തിന്റെ ഹക്ക് ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ
മൂന്നിലൊരു ദോഷം ഉണ്ടായിരിക്കും. ഇമ്മാ മുനാഫിഖുൻ, ഒന്നിരിക്കൽ അവൻ മുനാഫിഖായിരിക്കും. ഇമ്മാ ലിസനിയ, അല്ലെങ്കിൽ അവന്റെ ഉമ്മ വ്യഭിചാരിണിയായിരിക്കും. ബാപ്പാനെ കൊണ്ട് പറഞ്ഞ കുട്ടിയാവൂല അവൻ. അല്ലെങ്കിൽ മാന്റെ ഹൈൽകാലത്ത് ബാപ്പ സമീപിച്ച് വളരുണ്ടായതായിരിക്കും. അല്ലാതെ എന്റെ കുടുംബത്തിന്റെ മഹത്വം നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുകയില്ല. ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ കുഴപ്പം? അത് ഉമ്മാനോട് ചോദിക്കടോ, ഞങ്ങളോട് കണ്ണുരിച്ചിട്ട് കാര്യമില്ല. ഉമ്മാനോട് ചോദിക്കും എന്താ കുഴപ്പം. അല്ലെങ്കിൽ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളിൽ നോക്കുക, അവിടെ നിഫാഖ് ഉണ്ടായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാ കുന്നാ നഅരിഫുൽ മുനാഫിഖീന ഇല്ലാ ബിബുഗ്ളിഹിം അലിയ. അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ മുസ്നദിൽ രേഖപ്പെടുത്താണ്. എന്ത് സ്വഹാബത്ത് പറയാണ്? മാ കുന്നാ നഅരിഫുൽ മുനാഫിഖീന ഇല്ലാ ബിബുഗ്ളിഹിം അലിയ. അലിയാരോടുള്ള ദേഷ്യം കൊണ്ടല്ലാതെ ഞങ്ങൾ മുനാഫിഖിനെ തിരിച്ചറിയാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ അല്പം പറഞ്ഞു, ഓർമ്മല്ലേ? പറഞ്ഞില്ലേ? ഞങ്ങള് ഞങ്ങൾ മുനാഫിഖീങ്ങളെ അറിയുമായിരുന്നില്ല ഇല്ലാ ബിബുഗ്ളിഹിം അലിയൻ, അവരുടെ ദേഷ്യം കാരണത്താലല്ലാതെ. ആരോടുള്ള? ഇത് ജാബിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ പറയുന്നതായി ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വല്ലദീ നഫ്സി ലാ യുബ്ഗിദുനാ അഹ്ലൽ ബൈത്തി, അഹ്ലുൽ ബൈത്തിനോട് ദേഷ്യം വെക്കുകയില്ല. റജുലുൻ, ഒരാളും ദേഷ്യം വെക്കുകയില്ല. ഇല്ല അദ്ഖൽ അല്ലാഹുൽ നാറ, നരകത്തിൽ അല്ലാഹുവിനെ കടത്തിയിട്ടല്ലാതെ. നിന്റെ കുടുംബത്തിനോട് ആര് ദേഷ്യം പിടിച്ചാലും അവനെ അല്ലാഹു തആല നരകത്ത് കിടക്കും. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? മേലെ കയറി സ്റ്റേജ് കയറിയിട്ട് കളക്കളന്ന് പറഞ്ഞാ പോരാ. തങ്ങന്മാരുണ്ട്, സെനത് തെളിയിക്കാൻ കഴിയൂല. ഉണ്ടെങ്കിൽ നീ ഉണ്ട് തോന്നെ തന്നെ അവരെ കൂടെ ഒരു ഉപകാരം ഇല്ല. എന്താ നിങ്ങളെ ദോഷം അല്ലാഹു അല, അത് നമുക്കറിയില്ല. നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടൊന്നും ആരോപിച്ചിട്ടില്ല. മുത്തുനബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കലും മുനാഫിക്കായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് അർഹതല്ലാതെ വളരുണ്ടാകായിരിക്കും, അല്ലെങ്കിൽ ഉമ്മാക്ക് ഹൈറുകാലത്ത് വളരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരൂല. എന്റെ സമുദായത്തിൽ ഒരാൾക്കും എന്റെ കുടുംബത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ പോകാൻ ഈ മൂന്നാലൊരു കാരണമേ ഉള്ളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. 2, ഇനി എന്താണ് അവന്റെ പരിണിത ഫലം? നരകത്ത് കിടക്കാതെ അവൻ അവസാനിക്കൂല. അള്ളാഹു എന്റെ കുടുംബത്തിനെ ഒരാൾ നിസാരപ്പെടുത്തിയാൽ അവൻ എവിടെത്തും? നരകത്തിലെത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൻ അബഗളന അഹ്ലൽ ബൈത്തി തങ്ങള് ഇമാം തൊബ്രാനി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഹദ്ദിസീനായ ഇമാം തൊബ്രാനി തങ്ങൾ തന്റെ ഔസത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ സമുദായത്തിൽ എന്റെ അഹ്ലു ബൈത്തിനെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ അന്ത്യനാളിൽ യഹൂദിയായിട്ടാണ് രംഗത്ത് വരിക. അവൻ മഹ്ശറിൽ ആരായിരിക്കും? യഹൂദി. അവൻ എന്ത് സാക്ഷ്യം വഹിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചാലും അവൻ ആരായിരിക്കും? യഹൂദിയായിട്ടാണ് മഹ്ശറിൽ വരിക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നല്ലാഹ സയുഹർരിമു തഫ്സീർ ഖുർതുബി. നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളും വെക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ ഇമാം ഖുർതുബി രേഖപ്പെടുത്തിയ ഹദീസ് അൻ അലിയിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ സയുഹർരിമുൽ ജന്ന അലാ മൻ ളലമ അഹ്ല ബൈത്തി. അഹ്ല ബൈത്തിനോട് അക്രമം ചെയ്തവർ അല്ലാഹു തആല നരകം ഹറാമാക്കും. അവന് യുഹരിമുൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔ ഖാതലഹും, അല്ലെങ്കിൽ അഹ്ല ബൈത്തിനോട് യുദ്ധത്തിന് വരിക. ഔ അന അലൈഹിം, അല്ലെങ്കിൽ അഹ്ല ബൈത്തിന് എതിരായി ആരെങ്കിലും സഹായിക്കുക, അഹ്ല ബൈത്തിനെ എതിർചേരിയെ സഹായിക്കുക. ഔ സബ്ബഹും, അല്ലെങ്കിൽ അഹ്ല ബൈത്തിനെ ചീത്ത വിളിക്കുക. അലൈഹിമുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗ്ഗം ഹറാമാക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുടുംബത്തിമാരും തൊട്ടറിക്കണ്ട ഒരു സംഭവമുണ്ട്. സബീഅ എന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ സബീഅ എന്ന പെണ്ണ് അബൂലഹബിന്റെ മകളാ, ലഅനത്തുല്ലാഹി അലൈഹി. ആരെ മകളാ? ഫഅസ്ലമത് റളിയല്ലാഹു അൻഹ. ഈ പെണ്ണ് മുസ്ലിമായി. സബീഅ ആരുടെ മകള്? അബൂലഹബിന്റെ മകള്. അങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ആരോ പറഞ്ഞു, ഇബ്നത്തു ഹതബിൻ നാർ, നരകത്തിലെ വറകംകൊള്ളിന്റെ മകളാണിത്. മനസ്സിലായില്ല? നരകത്തിലെ വറകംകൊള്ളിന്റെ മകളാണ് ഇത് എന്ന് പറഞ്ഞു. ആരെപ്പറ്റി? ഈ റളിയല്ലാഹു അൻഹു സബീഅ ഈ മഹദിയെ പറ്റി. ഈ മഹദിയുടെ സദസ്സിൽ ഇരിക്കുമ്പോ ആരോ പറയാണ്, എന്ത്?
ഇബ്നത്തു ഹത്തബിൻ നാരി, നരകത്തിലെ പറഞ്ഞത് തന്നെയാണല്ലോ. എന്ത് സയസ്ലാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു മാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വമറതു അമ്മാലത്തൽ ഹത്തബ്. വിറകും കൊള്ളിന്റെ ആള്, അപ്പൊ നരകത്തിലെ വിറകും കൊള്ളിയുടെ മകളാണിത് എന്ന് ആരോ പറഞ്ഞപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഹബീബ നബിയുടെ അരികിലേക്ക് വന്നു. ഇപ്പൊ കാലത്ത് എന്നിട്ട് ആ പെണ്ണ് സാധു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുലാന്റെ എളാപ്പാന്റെ മകളാ. നബിയോട് വന്നു പറഞ്ഞു, ഇന്നന്നാസ യഖൂലൂന ഇന്നി ഇബ്നത്തു ഹത്തബിൻ നാരി, ഞാൻ നരകത്തിലെ വിറകും കൊള്ളിയുടെ മകളാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഫഖാമ റസൂലുള്ളാഹ് മുഗ്ളബുൻ ശദീദൽ ഗളബി, ഭയങ്കര ദേഷ്യം പിടിച്ചു ആർക്ക്? റസൂലുള്ളാഹിക്ക്. ഫഖാല, അവിടുന്ന് റസൂൽ പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ, എന്താ ചില ആളുകളെ അവസ്ഥ, യുദൂനനി ഫീ നസബി, എന്റെ കുടുംബത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ, എന്റെ കുടുംബത്തിനെ വിഷമിപ്പിച്ച് എന്നെ, എന്റെ കുടുംബം വിഷമിച്ചാൽ ആര് വിഷമിക്കും? ഞാൻ വിഷമിക്കും. വദവി റഹ്മി, എന്റെ ബന്ധുക്കളെയോ എന്റെ കുടുംബത്തെയോ പ്രയാസപ്പെടുത്തി എന്നെ വിഷമിപ്പിക്കുകയോ. അല്ല, അറിഞ്ഞുകൊള്ളുക, വമൻ ആദാ നസബി വദവി റഹ്മി, എന്റെ കുടുംബത്തെയോ എന്റെ ബന്ധുക്കളെയോ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെയാണ് വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ ആര് ബുദ്ധിമുട്ടിച്ചാലും അവൻ ബുദ്ധിമുട്ടിച്ചത് അല്ലാഹുവിനെയാണ്. അസ്സവാഇഖുൽ മുഹരിക്കയിൽ ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. ആരുടെ അതിനേക്കാൾ വലിയൊരാൾ പിന്നെ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ സവാഇഖിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുബറാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈഹഖി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ കാര്യത്തിൽ? അബൂലഹബിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ അലിയാരുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവർ എന്നെയാണ് പ്രയാസപ്പെടുത്തിയത്, എന്നെ പ്രയാസപ്പെടുത്തിയവൻ പ്രയാസപ്പെടുത്തിയത് അള്ളാഹുവിനെ തന്നെയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ നമ്മൾ ഇത് ചെയ്യാൻ കാരണം? രണ്ടാളെ കൈ ഹബീബാ നബി പിടിച്ചു. അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാളെ കൈ ഹസനൈനി, ഹസന്റെയും. എന്നിട്ട് ഹബീബാ നബി പറഞ്ഞു, മൻ അഹബ്ബ ഹദൈനി വഹബ്ബ അബാഹുമാ വഉമ്മഹുമാ കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ, ആയിട്ടാണ് രംഗത്ത് വരിക. അവൻ മഹ്ശറിൽ ആരായിരിക്കും? യഹൂദി. വഇൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഇൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ എന്ത് സാക്ഷ്യം വഹിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചാലും അവൻ ആരായിരിക്കും? യഹൂദിയായിട്ടാണ് മഹ്ശറിൽ വരിക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നല്ലാഹ സയുഹർരിമു തഫ്സീർ ഖുർതുബി. നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ ഇമാം ഖുർതുബി രേഖപ്പെടുത്തിയ ഹദീസ് അൻ അലിയിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ സയുഹർരിമുൽ ജന്ന അലാ മൻ ളലമ അഹ്ല ബൈതി, അഹ്ല ബൈത്തിനോട് അക്രമം ചെയ്തവരെ അല്ലാഹു തആല നരകം ഹറാമാക്കും. അവന് യുഹരിമുൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔ ഖാതലഹും, അല്ലെങ്കിൽ അഹ്ല ബൈത്തിനോട് യുദ്ധത്തിന് വരിക. ഔ അന അലൈഹിം, അല്ലെങ്കിൽ അഹ്ല ബൈത്തിന് എതിരായി ആരെങ്കിലും സഹായിക്കുക, അഹ്ല ബൈത്തിനെ എതിർ ചേരിയെ സഹായിക്കുക. ഔ സബ്ബഹും, അല്ലെങ്കിൽ അഹ്ല ബൈത്തിനെ ചീത്ത വിളിക്കുക. അലൈഹിമുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗ്ഗം ഹറാമാക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുടുംബത്തിൽ ആരും തൊട്ടറിക്കണ്ട. ഒരു സംഭവമുണ്ട്. സബീഅ എന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ സബീഅ എന്ന പെണ്ണ് അബൂലഹബിന്റെ മകളാ, ലഅനത്തുല്ലാഹി അലൈഹി. ആരെ മകളാ? ഫഅസ്ലമത് റളിയല്ലാഹു അൻഹ. ഈ പെണ്ണ് മുസ്ലിമായി. സബീഅ ആരുടെ മകള്? അബൂലഹബിന്റെ മകള്. അങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ആരോ പറഞ്ഞു, ഇബ്നത്തു ഹത്തബിൻ നാർ, നരകത്തിലെ വിറകും കൊള്ളിന്റെ മകളാണിത്. മനസ്സിലായില്ല? നരകത്തിലെ വിറകും കൊള്ളിന്റെ മകളാണ് ഇത് എന്ന് പറഞ്ഞു. ആരെ പറ്റി? ഈ റളിയല്ലാഹു അൻഹു സബീഅ എന്ന ഈ മഹദിയെ പറ്റി ഈ മഹദിയുടെ സദസ്സിൽ ഇരിക്കുമ്പോ ആരോ പറയാണ്, എന്ത്? ഇബ്നത്തു ഹത്തബിൻ നാരി, നരകത്തിലെ പറഞ്ഞത് തന്നെയാണല്ലോ. എന്ത്? സയസ്ലാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു മാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വമറതു അമ്മാലത്തൽ ഹതബ്. വിറകും കൊള്ളിന്റെ ആള്, നരകത്തിലെ വിറകും കൊള്ളിയുടെ മകളാണിത് എന്ന് ആരോ പറഞ്ഞപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഹബീബാ നബിയുടെ അരികിലേക്ക് വന്നു. ഇപ്പൊ കാലത്ത് എന്നിട്ട് ആ പെണ്ണ് സാധു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുലാന്റെ എളാപ്പാന്റെ മകളാ. നബിയോട് വന്നു പറഞ്ഞു, ഇന്നന്നാസ യഖൂലൂന ഇന്നി ഇബ്നത്തു ഹത്തബിൻ നാരി, ഞാൻ നരകത്തിലെ വിറകും കൊള്ളിയുടെ മകളാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഫഖാമ റസൂലുള്ളാഹ്
മുഗ്ളബുൻ ശദീദൽ ഗളബി, ഭയങ്കര ദേഷ്യം പിടിച്ചു ആർക്ക്? റസൂലുള്ളാഹിക്ക്. ഫഖാല, അവിടുന്ന് റസൂൽ പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ, എന്താ ചില ആളുകളെ അവസ്ഥ, യുദൂനനി ഫീ നസബി, എന്റെ കുടുംബത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ, എന്റെ കുടുംബത്തിനെ വിഷമിപ്പിച്ച് എന്നെ, എന്റെ കുടുംബം വിഷമിച്ചാൽ ആര് വിഷമിക്കും? ഞാൻ വിഷമിക്കും. വദവി റഹ്മി, എന്റെ ബന്ധുക്കളെയോ എന്റെ കുടുംബത്തെയോ പ്രയാസപ്പെടുത്തി എന്നെ വിഷമിപ്പിക്കുകയോ. അലാ, അറിഞ്ഞുകൊള്ളുക, വമൻ ആദാ നസബി വദവി റഹ്മി, എന്റെ കുടുംബത്തെയോ എന്റെ ബന്ധുക്കളെയോ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെയാണ് വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ ആര് ബുദ്ധിമുട്ടിച്ചാലും അവൻ ബുദ്ധിമുട്ടിച്ചത് അല്ലാഹുവിനെയാണ്. അസ്വാഇഖുൽ മുഹരിക്കയിൽ ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. ആരുടെ അതിനേക്കാൾ വലിയൊരാൾ പിന്നെ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ സവായിഖിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബറാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈഹഖി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ കാര്യത്തിൽ? അബൂലഹബിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ അലിയാരുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവർ എന്നെയാണ് പ്രയാസപ്പെടുത്തിയത്, എന്നെ പ്രയാസപ്പെടുത്തിയവൻ പ്രയാസപ്പെടുത്തിയത് അള്ളാഹുവിനെ തന്നെയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ നമ്മൾ ഇത് ചെയ്യാൻ കാരണം? രണ്ടാളെ കൈ ഹബീബ നബി പിടിച്ചു. അഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാളെ കൈ ഹസനൈനി, ഹസന്റെയും. എന്നിട്ട് ഹബീബ നബി പറഞ്ഞു, മൻ അഹബ്ബ ഹദൈനി വഅഹബ്ബ അബാഹുമാ വഉമ്മഹുമാ കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. ഈ രണ്ട് കുട്ടികളെയും ഇവരെ ബാപ്പാനെയും ഇവന്റെ അമ്മാനെയും ആര് സ്നേഹിച്ചാലും കാന മഈ, അവരെന്നെ കൂടെ ഫീ ദറജതി, എന്റെ ദറജയിലായിരിക്കും യൗമൽ ഖിയാമ. എന്റെ ദറജ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മഖാം മഹ്മൂദിൽ ഇരിക്കാന്നല്ല, റസൂലുള്ളാഹിനെ കാണുന്ന പരിധിയിൽ അവർ ഉണ്ടാവും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، 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 اللهم اجعلنا منهم. നമ്മൾ കഴിഞ്ഞ മുഹറം 10 മിനിഞ്ഞാന്ന് ഈ ഹദീസ് തന്നെ നമ്മൾ ഓതുകയും ചെയ്തു. ഈ ഹദീസ് തന്നെയാണ് മുഹറം 10 ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആണ്ട് നടത്തിയത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആണ്ടിന്റെ അന്ന് ശിയാക്കൾ എന്തോ ചെയ്താൽ നമുക്ക് എന്താ? നിന്റെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകൾ പിഴക്കുമെന്ന് പുണ്യ റസൂൽ. ഈസാ നബിയെ പോലെയാണ്. ആര് പറഞ്ഞ്? അലിയാരോട് ഹബീബ നബി പറയാ, അലി നീ ഈസാനെ പോലെയാണ്. ഒരു കൂട്ടര് ഈസയോട് ദേഷ്യം വെച്ച് നടന്നു യഹൂദികള്, ഒരു കൂട്ടര് ഈസയിൽ ഇല്ലാത്തത് പറഞ്ഞ് ഈസയെ നാശാക്കി നസാറാക്കള്. ഈ അതുപോലെയാണ്. അതിനർത്ഥം എന്താ? മുബ്തദിഈങ്ങള്, ഒരു വിഭാഗം ആളുകൾ നിന്നോട് ദേഷ്യം വെച്ച് നടക്കും, അന്നുണ്ട് ഇന്നുണ്ട്. ഒരു വിഭാഗം നിനക്ക് ഇല്ലാത്തത് ആരോപിക്കും. ഷിയാക്കള് നടുവിലാണ് മുഅ്മിനീങ്ങള്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. തന്നെ ഇതൊക്കെ സുന്നത്തുമായിട്ട് ഇമാമിനെ രേഖപ്പെടുത്തിയതാ. ഒരു ഷിയാക്കളെ തവല്ല. മനസ്സിലായില്ല എന്ത് പറഞ്ഞത്? അലിയാരെ കാര്യത്തിൽ 2 കൂട്ടർ നശിക്കും. ഒന്ന് എതിർത്തോര്, ഒന്ന് സ്വന്തം പാർട്ടിയിൽ ഇറങ്ങണോര്. ആരെ പോലെ? ആരെ പോലെ? ഈസാ നബിയെ പോലെ. ഈസാ നബിയെ 2 കൂട്ടർ നശിച്ച് ഈസാ നബിയുടെ ഉമ്മയെ തേവിടിച്ചെന്ന് പറഞ്ഞൊരു കൂട്ടര് യഹൂദികൾ, അവര് നശിച്ച്. ഈസാ നബിയുടെ ഉമ്മയിൽ മാന്യത സംസാരിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ഒരു കൂട്ടരോ ഈസാ നബിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഈസാ നബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു പഠിച്ചോനാന്ന് പറഞ്ഞു. എന്റെ സമുദായത്തിലും എന്നെ പറ്റി 2 കൂട്ടരുണ്ടാവും. ഒരു കൂട്ടർ ഖിയാമത്ത് നാൾ വരെ എന്നെ ദേഷ്യം പിടിച്ചുകൊണ്ടേ നടക്കും. ഒരു കൂട്ടർ നിന്നിൽ ഇല്ലാത്തത് ആരോപിക്കും. ദേഷ്യം പിടിച്ച് കൊന്ന മുബ്തദീങ്ങൾ തന്നെ. മനസ്സിലായോ? അന്നും അവര് ഇന്നും അതിന്റെ ബാക്കി. മനസ്സിലായോ പറഞ്ഞത്? മറ്റൊരു കൂട്ടര് എന്നെ പറ്റി എന്ത് ചെയ്യും? ഇല്ലാത്ത ആരോപിക്കും. ആര്? ഷിയാക്കള്. അലിയാരായിരുന്നു നബിയാകേണ്ടത്. മനസ്സിലായോ? പോലെയുള്ള വാദങ്ങൾ ആരുടേതാണ്? ഷിയാക്കള്. എന്നാൽ രണ്ടിന്റെയും നടുവിലാണ് എന്ത്? നേരെ. നിന്നെ സ്നേഹിക്കുക, എന്നാൽ നിന്നിൽ ഉള്ളതിനെ പറയുക. ഹബീബായ നബി പറഞ്ഞതേ നമ്മൾ പറയുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ കിതാബുള്ളതേ പറയുള്ളൂ. ഒരു കൂട്ടർക്ക് അലിയാരോട് ദേഷ്യമാണ്. ഒരു വിദ്വാൻ എഴുതി വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയില്, ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചാൽ അത് ഷിയാക്കൾ ദുരുപയോഗം ചെയ്യൂലേ. മക്കത്തെ കാബയെ ഒരു കൂട്ടര് ചിറ്റിയാൽ വേറെ കൂട്ടര് അപ്പുറത്ത് ദുരുപയോഗം ചെയ്യൂലേ. അതുകൊണ്ട് നമുക്ക് അത് നിർത്തിയേക്കുക. കാരണം ചിറ്റൽ ഇവിടെ മാത്രമല്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ദൈത്തില്ലേ മനുഷ്യന്മാര് കറുത്ത തുണിയെടുത്ത് ശബരിമലക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി വെളുത്ത തുണിയെടുത്ത് മക്കത്ത് പോലെ നിർത്തുക. തുണി മാത്രം ഭാര്യ ചിറ്റി കുപ്പായിടാതെ പോകുന്നത് അവരിലുള്ളത് കൊണ്ട് ഞമ്മക്ക് ആ പണി വേണ്ട, നിർത്തുക.
അത് നിർത്തുക. എന്തൊക്കെ നിർത്തേണ്ടി വരും? പത്മനാഭ ക്ഷേത്രത്തിലെ പത്മനാഭന്റെ കല്ല് മുത്തുന്നു. മക്കത്ത് പോയാൽ അജറുൽ അസ്വദ് അത് അവർ ദുരുപയോഗം ചെയ്യും. അത് നിർത്തുക. അല്ല, നിർത്താൻ കുറച്ചുണ്ടാവുമല്ലോ. കല്ല് മുത്തൽ പടി ഉണ്ടല്ലോ. എന്തില്ലേ പറയടോ, കല്ല് ഇവിടെ മുത്തുന്നില്ലേ? നാവും നിർത്തുക. എവിടുന്നാ ഇവരൊക്കെ പഠിച്ചു വരുന്നത്? ഷിയാക്കൾ ദുരുപയോഗം ചെയ്യാൻ ഒന്നുപെടും. ഷിയാക്കളാര്? രണ്ട്, അവൻ എന്തോ ആകട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യം എന്ത്? ഇത് ഹക്കായ ദീനാണ്. അതാ രൂപത്തിൽ പറയാൻ നമ്മുടെ ബാധ്യതയുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മളെ സഹായിച്ചാൽ ഇത് മാസത്തില് ആഴ്ചയിൽ 2 ക്ലാസ് ആക്കണമെന്ന ഉദ്ദേശം എനിക്കുണ്ട്. ഒരു ക്ലാസ് ഇവിടെയും ഒരു ക്ലാസ് ദാറുൽ ഖുർആനിലും. കാരണം ഇത് കുറച്ച് വലിയ വിഷയമായതുകൊണ്ട് പെട്ടെന്ന് ഇത് തീരുകയില്ല. അതുകൊണ്ട് ഒരു അസറിന്റെ ശേഷം ദാറുൽ ഖുർആനിൽ നടത്തുക എന്ന ഒരു ഉദ്ദേശവും എനിക്കുണ്ട് ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല സഹായിച്ചാൽ അള്ളാഹു സഹായിക്കട്ടെ. അതില് വരുന്ന ആളുകൾക്ക് വരാം. സോഷ്യൽ മീഡിയയിൽ ഏതായാലും സാധനം കയറുമല്ലോ. അത് ഒറ്റ ക്ലാസ് കൊണ്ട് നടത്തിപ്പോയാൽ ഇത് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം ആളുകൾ അറിയേണ്ട വിഷയവും മനസ്സിലായോ? നമുക്കൊരു പിഴവും വെച്ചിട്ടില്ല. നമ്മൾ പാണക്കാട്ടെ കുട്ടികളുടെ കൂടെയും ബഹുമാനപ്പെട്ട സാദാത്തിന്റെയും സമസ്തയുടെയും കൂടെ നിൽക്കുന്ന കാലത്തോളം നമുക്ക് പിഴക്കൂല. കാരണം നമ്മൾ ഈ പറഞ്ഞ എവിടെയെങ്കിലും പുറകോട്ട് പോയോ? പറ, ഈ പറഞ്ഞ നമ്മൾ എവിടെയെങ്കിലും പുറകോട്ട് പോയോ? പറയും കുട്ടികളെ, പോയോ? ഇല്ല, നമ്മളെവിടെയും പുറകോട്ട് പോയിട്ടില്ല. നമ്മൾ ആ മാർഗത്തിൽ തന്നെയാണ്. നമ്മൾ ആ മാർഗത്തിന് പോകൂ. ഞാൻ പറഞ്ഞില്ലേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയുടെ വീട്ടിന്റെ പുറത്തുള്ള ചായപ്പിൽ പോയിരുന്നിരുന്നു. എന്തിനു വേണ്ടി? വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. അവര് ഹബീബായ നബിയുടെ പേരക്കുട്ടിയാണ് എന്നതാണ് കാരണം. അല്ലാഹു തആല അങ്ങനെയുള്ളവരെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അത് തന്നെ. അപ്പോൾ ഷാഫി ഇമാം ഷിയാണെന്ന് ആളുകൾ പറഞ്ഞു. ഷാഫി ഇമാം ഷിയാണെന്ന് ആളുകൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാഫി ഞാൻ ഷിയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കും. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ പ്രത്യേകതകൾ എഴുതി ഇമാം നസായി സിയാഉ സിത്തയിൽ 6 കിതാബിൽപ്പെട്ട ഒരു കിതാബ് ആരുടേതാണ്? പറയാൻ നസായി ഇമാമിൻ്റെതാണ്. നസായി ഇമാം ഖസായിസു അലി എന്നൊരു കിതാബ് എഴുതിയതിന്റെ പിറ്റത്തെ ആഴ്ച എന്നെ മുബ്തദീങ്ങൾ കൊലപ്പെടുത്തി. ആരെ? നസായി ഇമാമിനെ കൊന്നു. നസായി ഇമാമിനെ കൊന്ന്. സിയാഉ സിത്ത, ബുഖാരി, മുസ്ലിം, അബൂദാബൂദ്, ഇബ്നു മാജ, തുർമദി, നസായി കേട്ടിട്ടില്ലേ? ആ ലോകത്ത് സർവാംഗീകൃതമായ ഹദീസിന്റെ കിതാബുകളാണ് എത്ര എണ്ണം? 6 എണ്ണം. അതിൽപ്പെട്ട നസായി എന്ന കിതാബ് എഴുതിയ ജമ്മു ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം നസായി തങ്ങളെ കൊന്നു. ആര്? മുബ്തദീങ്ങൾ, വഹാബികൾ. പടയോട്ട കാലഘട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചിരിക്കുക സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ തങ്ങന്മാരുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവേണ്ടത് അറബ് നാട്ടിലല്ലേ? ഉണ്ടായിരുന്നു. വീടാന്തരം ഉണ്ടായിരുന്നു, ബർക്കത്തെടുക്കൽ ഉണ്ടായിരുന്നു. നിങ്ങളെ വല്യാപ്പാരെ പടയോട്ട കാലത്ത് അരിഞ്ഞ് കൊന്നടാ നിങ്ങള്. 1000കണക്കിന് സൈന്യന്മാരെ വഹാബികൾ കൊന്നു. ഇല്ലാന്ന് പറയും, നിങ്ങളെ മൂക്കൊണ്ട് ഞാൻ എഴുതിക്കും. 1000കണക്കിന് അഹ്ലു ബൈത്തിനെ കൊന്നു. ആര്? വഹാബികൾ കൊന്നു, അരിഞ്ഞു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ 1000കണക്കിന് അഹ്ലു ബൈത്തിനെ അരിഞ്ഞത് കൊന്ന് ജീവനം കൊണ്ട് പല നാട്ടിലേക്ക് അഹ്ലു ബൈത്ത് നാട് വിട്ട് പല അഹ്ലു ബൈത്തും അങ്ങനെ മലേഷ്യയിൽ കുടിയേറി, ഇന്തോനേഷ്യയിൽ കുടിയേറി, ഇന്ത്യയിൽ കുടിയേറിയവരും ഉണ്ടായിരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ പറയാ അവിടെ ഉണ്ടായിരുന്നു. വീടാന്തരം ഉണ്ടായിരുന്നു. 4 വീടുണ്ടെങ്കിൽ ഒരു വീട് അഹ്ലു ബൈത്തിൻ്റെതായിരുന്നു. മക്കയിലും മദീനയിലും. എന്തെല്ലാ കാരണം? കൊന്നു. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി. അഹ്ലു ബൈത്തിന് കൊടുക്കുന്ന പാരിതോഷികങ്ങൾ ഇല്ലാതെയാക്കി. മക്കായിൽ വെള്ളിയാഴ്ച രാവിനും തിങ്കളാഴ്ച രാവിനും ബുർദ ചൊല്ലുന്നത് നിർത്തലാക്കി. ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത് ഓടുന്നത് നിർത്തലാക്കി. അഹ്ലു ബൈത്തിന്റെ വല്ലിപ്പയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഒരുമിച്ച് കൂട്ടിയതാണ് എന്ത്? ഹദ്ദാദ്. മക്കയിൽ ഇവർ നിർത്തിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്നും ഹദ്ദാദിന്റെ എതിരാളികൾ ആരാ? ആരാ? ഇവർ വഹാബികള്. എന്താണ് മനസ്സിലാക്കാത്തത്? അവരന്നും അഹ്ലു ബൈത്തിനെതിരാണ്, ഇന്നെതിരാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇനിയും കുറച്ച് പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച വേണ്ട, അടുത്ത ഞായറാഴ്ച ഇവിടെ പ്രഭാഷണത്തിന് ശേഷം ഞാൻ ഡേറ്റ് തീരുമാനിക്കും. എന്നിട്ട് ഒരു പ്രഭാഷണം ഇവിടെയും ഒരു പ്രഭാഷണം
ദാറുൽ ഖുർആൻ ഒരു അസറിന് ശേഷം രാത്രിയല്ല, ഒരു അസറിന് ശേഷം ദാറുൽ ഖുർആനിലും. എന്തിന് ഈ പ്രഭാഷണം ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞാൽ കുറച്ച് ഉണ്ടാവും. ഇത് ഇൻഷാ അള്ളാഹ് ഒരു സംഭവമായി നമ്മൾ കോഴിക്കോട് സമാപിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, മജ്ലിസിൽ പങ്കെടുത്തവർക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ മുർത്തള, ഹസനുല്ലാ, ഹുസൈനുൽ ഷഹീദ് ബി കർബല, ഫാത്തിമ റളിയല്ലാഹു അൻഹു, അവരുടെ വല്ലിപ്പയായ മുത്ത് മുഹമ്മദ് മുസ്തഫ, അവരുടെയൊക്കെ പ്രത്യേകമായ ആ സദസ്സിൽ ഞങ്ങളെ കൂട്ടണമേ റബ്ബേ.